ഡൽഹി സ്ഫോടനത്തിന് ശേഷം അല്ലെങ്കിൽ തന്നെ എല്ലാ കാര്യത്തിനകത്തും ആഴത്തിൽ പ്രവർത്തനം അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവരെല്ലാം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഏത് മേഖലയും വൈദോവിനെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലയ്ക്കകത്ത് അദ്ദേഹം അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും കടന്നു പോയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. മറ്റത്തെ വിദേശകാര്യമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെയും എല്ലാ രീതിയിലും, കാരണം ഏൽപ്പിച്ചിട്ട് പോയാൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ അപ്പുറം റിസൾട്ടാണ് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഒരു വിഷയത്തിനകത്ത് വളരെ വലിയ മൗനമാണ്. കാരണം ആ മൗനത്തിന് ആ വിഷയത്തിന് വലിയ വലിപ്പമുള്ളത് കൊണ്ടാണ്. ചുമ്മാ സംസാരിച്ചിട്ട് കാര്യമില്ല. സംസാരിക്കുന്നത് തന്നെ ശരിയല്ല. അതിൻ്റെ വലിപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ, റൂട്ടുകൾ അത് മനസ്സിലാക്കുക, അത് അതേ രീതിയിൽ ഉൾക്കൊള്ളുക, അതിന് അതേ വലിപ്പത്തിൽ അത് കണ്ടെത്തിയിട്ട് അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക. അപ്പം അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ നോക്കുമ്പം അതിനും വലിയൊരു വിശാലതയുണ്ടല്ലോ. പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാനിൽ ഇപ്പം ഭീകരന് കോട്ടിട്ട ഭീകരൻ വിചാരിക്കുന്ന മുനീറിനെ കൊണ്ടുപോയിട്ട് തുർക്കിയിൽ ആണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് കണ്ടെത്തുന്നു. അത് മെനഞ്ഞാന്നല്ല, 2 മാസം മുമ്പല്ല, 2022 മുതൽ ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിന് വല്ലാത്തൊരു വലിപ്പമുണ്ട് ഇന്ത്യക്കകത്ത്. ഇപ്പം ഈ പാകിസ്ഥാനകത്ത് പ്രവർത്തിക്കുന്ന നേരത്തെ മസൂദ് അൻസർ അല്ലെങ്കിൽ വേറെ അവൻ്റെ അല്ലാത്ത വേറെ ജെയ്ഷെ മുഹമ്മദാണോ മസൂദ് അൻസറിന്റെ? വേറെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ. ആ സംഘടനയ്ക്കെല്ലാം കഴിഞ്ഞ ദിവസത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യക്കകത്ത് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ലക്ഷറി തൊയ്ബ ഇവർക്കുണ്ടെന്നാണ് ഇവിടുത്തെ വിലയിരുത്തൽ.